ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി നിർബന്ധിച്ചു മതം മാറ്റപ്പെട്ടവരല്ല ക്രൈസ്തവരെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ക്രൈസ്തവർ 2000 വർഷങ്ങളായി ഇവിടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുജയന്തി ജൂബിലി ബൈബിൾ കൺവെൻഷൻ റൂഹ 2K25 വിശുദ്ധ കുർബാന അർപ്പിച്ച് കാമാക്ഷിയിൽ സംസാരിക്കുകയായിരുന്നു പിതാവ്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഇരട്ടയാർ സബ്സോണിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുജയന്തി ജൂബിലി ബൈബിൾ കൺവെൻഷൻ റൂഹ 2K25 ഇന്ന് സമാപിക്കും. ഈ മാസം 7-നാണ് കാമാക്ഷി സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ ബൈബിൾ കൺവെൻഷൻ തുടക്കമായത്. വിവിധ ദിവസങ്ങളിലായി വിശുദ്ധ കുർബാനയും കുംഭസാരവും ദിവ്യകാരുണ്യ ആരാധനയും രോഗശാന്തി ശുശ്രൂഷയുമാണ് നടന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 3:30 മുതൽ രാത്രി 9 വരെയുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലായി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, റവറൻ ഡോക്ടർ ജോസ് മാറാട്ടിൽ, റവറൻ ഫാദർ ജോസഫ് വട്ടപ്പാറ, റവറൻ ഫാദർ ജെയിംസ് മാക്കിയിൽ, റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടക്കാട്ട് VC, ഫാദർ ജോസഫ് കോയിക്കൽ തുടങ്ങിയവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി നിർബന്ധിച്ച് മതം മാറ്റപ്പെട്ട് ആയിത്തീർന്നവരാണ് എന്നൊക്കെ ചില സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ ക്രൈസ്തവരെ കുറിച്ചൊക്കെ ചിന്തിക്കും. അത് തെറ്റിദ്ധാരണയാണ്. ക്രിസ്തുമതം ഇവിടെ 2 സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെയുണ്ട്. എത്ര കാലമാണ്? 2 സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെയുണ്ട്. സിവിച്ചൻ ചിരട്ടയോലിൽ, ഷാജി വൈക്കത്തുപറമ്പിൽ, തോമസ് കുമളി, സെബാസ്റ്റ്യൻ താന്നിക്കൽ, സുനിൽ രാമപുരം, ജോജി ചോക്കാട്ട തുടങ്ങിയവർ വചന ശുശ്രൂഷകൾ നയിച്ചു. കാമാക്ഷി സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ, കൈക്കാരന്മാരായ ഷിജോ നടുവത്തേട്ട്, ജോയി കാരിക്കൽ, അപ്പച്ചൻ അയ്യുണ്ണിക്കൽ, സബ്സോൺ കോർഡിനേറ്റർ സോജോ തൈച്ചേരിൽ, ട്രഷറർ റോയ് വർഗീസ് എന്നിവർ ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികളാണ് ഭക്തിനിർഭരമായ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയത്. സമർപ്പിക്കാമോ? ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.